നീ എനിക്ക് അനിയനല്ല, എന്നും എന്റെ മോനായിരുന്നു. മോൻ, നീ നന്നായിട്ട് പഠിക്കണം. നമ്മുടെ അച്ഛനെ പൊന്നു പോലെ നോക്കാൻ നിനക്കേ കഴിയൂ. ഈ കല്യാണിക്ക് അതിനുള്ള ഭാഗ്യമില്ലാതെ പോയി. ഇവിടെ ടിഫിൻ ബോക്സ് കണ്ടില്ലല്ലോ. ശരി, കൊണ്ടുതരാം. മാത്സ്, ഇംഗ്ലീഷ്, മോളെ കല്യാണി, ചായ എടുത്തോ. എന്താ ഈ കാണിക്കണേ? ബുക്കെല്ലാം എടുത്തോ. വാ. അച്ഛാ, മോളെ ആ താക്കോലും എടുത്തോ. തൊപ്പി. അച്ഛൻ കാപ്പി കുടിച്ചില്ലല്ലോ. വേണ്ട, രാവിലെ എന്തൊരു വിശപ്പില്ലായിക പോലെ, എന്തോ ഒരു സങ്കടം ഉണ്ടാകാൻ പോകുന്നു എന്നൊരു തോന്നൽ. ആ, ഇന്ന് തൃച്ചംബരത്തെ സ്വത്ത് ഭാഗം വെക്കൽ പൂർത്തിയാക്കാൻ പോവല്ലേ, ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും. ആ, നിന്റെ ബസ് വന്നു ചെല്ലേ. അനിയുട്ട, അതെ, വലിയ വാത്സല്യൊന്നും വേണ്ട. വൈകിട്ട് വരുമ്പോ ഇലയപ്പം ഉണ്ടാക്കി വെച്ചിരുന്നാ മതി. അല്ല, ഇനിയിപ്പൊ അത് ഞാൻ സ്വയം ഉണ്ടാക്കേണ്ടി വരുമെന്തോ. ഈ ചിക്കൻ്റെ ഒരു കാര്യം. അച്ഛാ, ടാറ്റാ. വലിയ ടാറ്റൊന്നും വേണ്ട, വേഗം ചെന്ന് ബസ് കയറാൻ നോക്ക്. നിന്റെ സ്കൂളിലേക്ക് ഞാൻ വരുന്നുണ്ട്. ചതിക്കരുത്. ഇന്ന് ഞങ്ങള് ക്ലാസ് കെട്ടിയത് ഒടിയങ്ങാണായിരുന്നതാ. എല്ലാം നശിപ്പിക്കോ? ക്ലാസ് കെട്ടി എങ്കിൽ നിന്നെ ഞാൻ ഓടിക്കും. ഓടാ. മോളെ ആ താക്കോലി കിടക്ക്. രാവിലെ വക്കീലിനെ വിളിക്കാൻ പോണം. ഇന്ന് ഭാഗം വെപ്പല്ലേ. ആ, എന്തൊക്കെ കാണണം ദൈവമേ. അച്ഛന് ആരോഗ്യം നോക്കണം. എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ പോരെ? വേണ്ട മോളെ, താക്കോലുണ്ട്. ഞാൻ പോകുന്നച്ച, എന്നെ ശപിക്കരുത്. മറ്റൊരു വഴിയില്ലാഞ്ഞിട്ടാ. മോള് പോകുന്നില്ലേ? ആ, പോണം. സമയമായി വരുന്നു. ശരി മോളെ, അച്ഛൻ ഇറങ്ങട്ടെ.
അമ്മേ, ഞാൻ പുതിയതായിട്ട് പറഞ്ഞ് ഒന്നും അറിയാനില്ലല്ലോ അല്ലേ? വിശേഷം മുഴുവൻ തൃച്ചംബരത്താ. ഒരു കല്യാണത്തിന്റെ നിശ്ചയം നടന്നില്ലെങ്കിൽ അവിടെ ഒരു മരണം നടക്കുമെന്നാ അഖിലാണ്ടേശ്വരി മേഡം പറഞ്ഞിരിക്കുന്നത്. വിശേഷം മുഴുവൻ തൃച്ചംബരത്താ. ഒരു കല്യാണത്തിന്റെ നിശ്ചയം നടന്നില്ലെങ്കിൽ അവിടെ ഒരു മരണം നടക്കുമെന്നാ അഖിലാണ്ടേശ്വരി മേഡം പറഞ്ഞിരിക്കുന്നത്. ആ നിശ്ചയം നടക്കണമെങ്കിൽ കല്യാണി ഇവിടുന്ന് പോണെന്നാണ് പതുവിന്റെ ആവശ്യം. പിടിവാശിക്കാരി അവള്, പിണക്കാൻ പറ്റില്ല. ഞാനിവിടുന്ന് പോവും അമ്മേ. പറക്കമുറ്റാത്ത പ്രായത്തിൽ അനിയൻ കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചിട്ടില്ലേ അമ്മ പോയത്? ഇപ്പൊ അവൻ മിടുക്കനായിട്ട് വരിക. ഇനി അച്ഛനെ അവൻ നോക്കിക്കോളും. പൂർണ്ണമായിട്ടല്ലെങ്കിലും ഞാൻ എന്റെ ജോലി തീർത്തിട്ട് ഇറങ്ങണേ. മുകളിലിരുന്ന് അമ്മ പിണങ്ങി ശപിക്കൊന്നും ചെയ്യരുത്. കാത്തോളണം. കാരണം കാല് തളരണ വരെ യാത്രയേനി. അത് കഴിയുമ്പോ എന്താന്നറിയില്ല. അതൊക്കെ ഇനി ദൈവം തന്നെ തീരുമാനിക്കട്ടെ. ഞാൻ ഇറങ്ങാം. എട്ടേ മുക്കാല്. ഇനി ആകെ 15 മിനിറ്റ് കൂടെ. അത് കഴിഞ്ഞ എല്ലാരും കൂടെ സ്വത്ത് ഭാഗം വെച്ച് എന്നെ ഒറ്റപ്പെടുത്തും. അതോടെ എല്ലാം തീർന്നു. അരവിന്ദ് ആരുമില്ലാത്തനായി, ഒരു അനാഥനെ പോലെ. എനിക്ക് വയ്യും, അടുത്തു. ഇവൻ അവളെ കെട്ടാന്ന് സമ്മതിക്കുന്ന മട്ട് കാണുന്നില്ല. അതേതായാലും നന്നായി. ഈ വിലാസിനെ ആഗ്രഹിച്ചത് നടക്കും. അരവിന്ദേ, ആ ഹോളിൽ എല്ലാവരും നിന്നെയും കാത്തിരിക്കുക. നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? വാ പോവാ. ആകെ ഭ്രാന്ത് പിടിച്ച് നിക്ക. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. തലച്ചോറൊക്കെ ആകെ സ്റ്റക്കായതുപോലെ. നീ ഇപ്പൊ എന്ത് പറയുന്നു എന്നതിലാ കാര്യം ഇരിക്കുന്നെ. നിന്റെ ബ്രെയിൻ ഇപ്പൊ സ്റ്റക്കാവല്ല വേണ്ടത്, മറിച്ച് ഉണർന്ന് പ്രവർത്തിക്കണം. എന്താ വേണ്ടേന്ന് അതാണ് എനിക്ക് ഇനി പിടികിട്ടാത്തത്. എനിക്കൊരു മാർഗം പറഞ്ഞ അയാളെന്നെ. എനിക്ക് ആലോചിച്ചിട്ട് ഒന്നും കിട്ടുന്നുമില്ല. പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ. ഒരു നിശ്ചയം മുടക്കിയതിന്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല. അന്ന് ഇതുപോലെ ഇളയമ്മ സഹായിക്കണോന്ന് പറഞ്ഞ് അന്ന് നീ കരഞ്ഞപ്പോഴേ ഞാൻ നിന്റെ കൂടെ നിന്ന് ആ നിശ്ചയം മുടക്കി. എന്നിട്ട് നീ ചെയ്തതോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിശ്ചയം മുടങ്ങിയപ്പോ അവന് പിന്നെ ആ അടുക്കളക്കാരി കല്യാണിയെ കെട്ടണോന്നൊരു വാശി പിടുത്തമായി. അന്നേ ഉറപ്പിച്ചതാ ഇനി നിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടില്ലാന്ന്. അതുകൊണ്ട്
എന്നെ ഇതിനകത്ത് പിടിച്ചിടാന്ന് നീ വ്യാമോഹിക്കണ്ട. വാ, സമയം 9 മണിയാകാറായി. നിന്നെ വിളിക്കാൻ ചേച്ചി എന്നെ പറഞ്ഞു വിട്ടതാ. നടക്ക്, നടക്ക്. അരവിന്ദ്, നീ എന്തായിരിക്കും പറയാൻ പോകുന്നോർത്ത് അച്ഛൻ ഒരു പോലെ കണ്ണടച്ചിട്ടില്ല. ആദ്യമായിട്ടാ ഇങ്ങനെയൊക്കെ. ഒരുപക്ഷെ വയസ്സായി വരുന്നതിന്റെ ആകാം. എന്റെ മോൻ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന മറുപടി വേണം പറയാൻ. അച്ഛന്റെ ഒരു റിക്വസ്റ്റാണ്. അരവിന്ദ്, തല കുനിച്ചു നിന്നിട്ട് എന്താ പ്രയോജനം? എല്ലാവരും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കത്തക്ക രീതിയിൽ ഒരു മറുപടി പറ നീ. അരവിന്ദ്, നീ ഇപ്പൊ എടുക്കുന്ന തീരുമാനത്തിലെ ഈ കുടുംബത്തിന്റെ ഭാവി സന്തോഷം അത് ഓർമ്മ വേണം നിനക്ക്. നന്ദനെ കല്യാണം കഴിക്കാൻ തയ്യാറാന്ന് അമ്മയോട് പറ മോനെ. അതോടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. പറ അരവിന്ദ്. പറഞ്ഞു മോനെ, നന്ദനെ ഇപ്പൊ എത്തും. ഇല്ല, നന്ദന വരില്ല. അവള് വരില്ല, വരില്ല, വരില്ല. നന്ദന വരുവോ വരാതിരിക്കോ ചെയ്യട്ടെ. ഞങ്ങൾക്കറിയാനുള്ളത് നിന്റെ തീരുമാനവും. അവള് വരാതെ ഞാൻ മാത്രം തീരുമാനം പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ആദ്യം അവള് വരട്ടെ, എന്നിട്ട് ഞാൻ പറയാം എന്റെ തീരുമാനം. ഹലോ ആന്റി. ഏത് വിധേനയും നന്ദനമ്മയുടെ നാളെ ഇവിടെ വരുന്നത് ഈ കല്യാണി മുടക്കിയിരിക്കും. എന്താ പോരെ? കല്യാണം ഉറപ്പിച്ച് പറഞ്ഞതാണല്ലോ നന്ദന വരില്ലെന്ന്. ഇതിപ്പോ ആകെ കുഴഞ്ഞു പറഞ്ഞല്ലോ കാര്യങ്ങള്. വാമോളെ, അമ്പലത്തിൽ വെച്ച് നടന്ന പ്രശ്നം കാരണം ഇവള് വരില്ലെന്ന് ഞാൻ കരുതിയത്. ഇപ്പൊ ഇതെന്തോ പ്ലാൻ ചെയ്തിട്ടുള്ള വരവാ. ആന്റി, ഞാൻ എല്ലാം മറന്ന് മടങ്ങി വന്നിരിക്കുക. ആന്റി ആഗ്രഹിച്ചത് നടക്കാൻ. കൊള്ളാം, അമ്മയുടെ അല്ലേ മോള് സംസാരിക്കാൻ പഠിച്ചു. മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. അരവിന്ദിന്റെ മുന്നിൽ ഞാൻ തന്നെ തോറ്റുകൊടുക്കാന്ന് വിചാരിച്ചു, പൂർണ്ണ മനസ്സോടെ. താലി കെട്ടാൻ പോകുന്ന പുരുഷന്റെ മുന്നിൽ തല കുനിച്ചു കൊടുക്കുന്നതാ അഭിമാനം എന്ന് എനിക്ക് മനസ്സിലായി. എന്റെ പിടിവാശിയും ഈഗോയും ഒക്കെ മാറ്റിവെച്ച് വന്നിരിക്കുക ഇപ്പൊ. ഇനി ആന്റി പറ, ഞാൻ എന്തിനും റെഡിയാ. ഇപ്പൊ ഇവിടെ വെച്ച് കല്യാണം കഴിക്കണമെങ്കിലും അതിനും ഞാൻ റെഡിയാ. കണ്ടില്ലേ നീ, നന്ദന നിനക്ക് വേണ്ടി എല്ലാ പിടിവാശികളും ഉപേക്ഷിച്ച് വന്നിരിക്കുക. ഇനിയെങ്കിലും സമ്മതം പറ. പറ മോനെ, നന്ദനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറ. കമോൺ.
അരവിന്ദേ, നീ എനിക്ക് വേണ്ടിയെങ്കിലും നന്ദനെ ഇഷ്ടമാണെന്നൊരു വാക്ക് പറ. അതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. നമ്മുടെ അച്ഛൻ ആരോടും റിക്വസ്റ്റ് ചെയ്യുന്ന ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. ആ അച്ഛനെ ഓർത്തെങ്കിലും പ്ലീസ്. എന്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനും സന്തോഷത്തിനും വേണ്ടി മറുപടി പറയണമെന്ന് 1000 പ്രാവശ്യം മനസ്സിലിട്ട് ചിന്തിച്ചു. പറ്റുന്നില്ല ബ്രോ. മനസ്സിലൊന്ന് വെച്ചിട്ട് മറ്റൊന്ന് പുറത്ത് കാണിക്കാൻ എനിക്ക് പറ്റുന്നില്ല ബ്രോ. അമ്മേനോട് ക്ഷമിക്കണം. അച്ഛൻ ചോദിച്ച ചോദ്യത്തിന് ആത്മാർത്ഥമായി ഉത്തരം പറഞ്ഞ നന്ദനെ കല്യാണം കഴിക്കാൻ എനിക്കിഷ്ടമല്ല. അരവിന്ദേ, ഞങ്ങളൊക്കെ മാറി മാറി പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഛേ, ശത്രുക്കളാണ് മക്കളായി പിറവിയെടുക്കുന്നെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരുപാട് കൂടിപ്പോയി മോനെ. ഈ കുടുംബത്തിന്റെ അഭിമാനമെങ്കിലും നീ... കൃഷ്ണേട്ടാ, അവനെ വിട്ടേക്ക്. അവൻ അച്ഛനെന്നോ അമ്മയെന്നോ കൂടപ്പിറപ്പെന്നോ ഉള്ള സെന്റിമെന്റ്സ് ഒന്നുമില്ല. ഇവന് ദയയും സഹതാപവും തൊട്ട് തീണ്ടിയിട്ടില്ല. ക്രിമിനൽ മനസ്സാ ഇവന്റേത്. പക്ക ക്രിമിനൽ മനസ്സ്. ക്രിമിനൽ മനസ്സാ ഇവന്റേത്. പക്ക ക്രിമിനൽ മനസ്സ്. സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മുകളിൽ ചാഞ്ഞാൽ അത് അപ്പോഴേ വെട്ടിമാറ്റണം എന്നാ പ്രമാണം. അല്ലെങ്കിൽ അതാ കുടുംബത്തെ മൊത്തത്തിൽ നശിപ്പിക്കും. കുടുംബത്തിന്റെ അഭിമാനത്തെക്കാൾ സ്വന്തം ഇഷ്ടത്തിന് വില കൊടുക്കുന്ന ഇവൻ അർഹിക്കുന്നത് ജീവിതമല്ല, മരണോ. കൊല്ലണോ ഇവനെ. അത് ചെയ്യാൻ ഏറ്റവും അർഹത എനിക്കാ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എന്ന ഇവന്റെ അമ്മയ്ക്ക്.